ചരിത്രപ്രസിദ്ധനായ ഗോവിന്ദസ്വാമികളുടെ പുത്രനും മലയാളത്തിൽ നടപ്പുള്ള വാക്യം, പരൽപ്പേരു മുതലായ ജ്യോതിശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ നിർമ്മാതാവെന്ന് പറയപ്പെടുന്ന ആളുമായ വരരുചി എന്ന ബ്രാഹ്മണോത്തമനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ അധികമുണ്ടെന്ന് തോന്നുന്നില്ല. ഇദ്ദേഹം വിക്രമാദിത്യ രാജാവിൻ്റെ സേവകനായിട്ട് താമസിച്ചിരുന്നു. വരരുചി സകല ശാസ്ത്ര പാരംഗതനും നല്ല പൗരാണികനും ആയിരുന്നതിനാൽ രാജാവിന് ശാസ്ത്ര സംബന്ധമായോ പുരാണ സംബന്ധമായോ വല്ല സംശയവും നേരിട്ടാൽ ഇദ്ദേഹത്തോട് ചോദിച്ചാണ് അത് തീർക്കുക പതിവ്. അങ്ങനെയിരിക്കെ കാലത്ത് ഒരു ദിവസം രാജാവ് രാമായണത്തിൽ പ്രധാനമായ വാക്യമേതാണ് എന്ന് ഈ ബ്രാഹ്മണനോട് ചോദിച്ചു. ഈ ചോദ്യത്തിന് തക്കതായ ഉത്തരം പറയാൻ തോന്നായികയാൽ വരരുചി വിഷണ്ണനായി തീർന്നു. ഉടനെ രാജാവ്, എന്നാൽ എവിടെയെങ്കിലും പോയി ആരോടെങ്കിലും ചോദിച്ചറിഞ്ഞ് 41 ദിവസം കഴിയുന്നതിന് മുമ്പ് ഇവിടെ വന്ന് പറയണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ പിന്നെ താൻ ഇവിടെ വരണമെന്നില്ല, എനിക്ക് തന്നെ കാണുകയും വേണ്ട എന്ന് പറഞ്ഞു. രാജാവിൻ്റെ കൽപ്പന കേട്ടപ്പോൾ വരരുചിയുടെ ഹൃദയം വിഷാദവും വിചാരവും കൊണ്ട് നിറഞ്ഞു. ഉടനെ അദ്ദേഹം അവിടെ നിന്ന് പുറപ്പെട്ടു പോവുകയും ചെയ്തു. തദനന്തരം വരരുചി പല സ്ഥലങ്ങളിലും സഞ്ചരിച്ച് പല യോഗ്യന്മാരെയും കണ്ടു ചോദിച്ചു. എങ്കിലും രാമായണത്തിലെ എല്ലാ ശ്ലോകങ്ങളും വാക്യങ്ങളും പ്രധാനം തന്നെ, അല്ലാതെ അതിനുണ്ടോ വ്യത്യാസം? നഹി ഗുളഗുളികായാം ക്വാപി മാധുര്യഭേദ എന്നും മറ്റും പലരും പലവിധം പറഞ്ഞതല്ലാതെ ശരിയായ മറുപടി ആരിൽ നിന്നും കിട്ടിയില്ല. അങ്ങനെ 40 ദിവസം കഴിഞ്ഞു. ബ്രാഹ്മണന് വ്യസനം സഹിക്കവഹിയാതെയും ആയിത്തീർന്നു. രാജാവിൻ്റെ അടുക്കലുള്ള സേവ പോകുമെന്ന് തന്നെയല്ല, സർവജ്ഞനെന്ന് സർവരാലും സമ്മതിക്കപ്പെട്ടിരിക്കുന്ന തനിക്ക് ഇത് അറിഞ്ഞുകൂടെന്ന് വരുന്നത് ഏറ്റവും അവമാനകരവുമാണല്ലോ. ഈ അവമാനം സഹിച്ചുകൊണ്ട് സ്വദേശത്ത് താമസിക്കുന്നതിൽ ഭേദം മരിക്ക തന്നെയാണ് എന്നിങ്ങനെയൊക്കെ വിചാരിച്ചും കൊണ്ട് ഭക്ഷണവും കൂടാതെ ആ സാധു ബ്രാഹ്മണൻ പകൽ മുഴുവൻ അലഞ്ഞു നടന്നു. രാത്രിയായപ്പോൾ ഒരു വനാന്തരത്തിൽ ഒരാൾത്തറയുടെ അടുക്കൽ ചെന്നു ചേർന്നു. വിശപ്പും ദാഹവും ക്ഷീണവും വ്യസനവും സഹിക്കവഹിയാതെ ആ ആൾത്തറയിൽ കയറി കിടന്നു. ഉടനെ ക്ഷീണം കൊണ്ട് മയക്കവുമായി. അദ്ദേഹം കിടന്ന സമയം വനദേവതമാർ എന്നെ രക്ഷിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ടാണ് കിടന്നത്. നേരം ഏകദേശം പാതിരായപ്പോഴേക്ക് ചില ആകാശസഞ്ചാരികളായ ദേവതമാർ ആ ആലിന്മേൽ വന്നുകൂടി. ആ ആലിന്മേൽ സ്ഥിരവാസിനികളായ ദേവതമാരെ വിളിച്ച്, നിങ്ങൾ വരുന്നില്ലേ? ഇപ്പോൾ ഒരു സ്ഥലത്ത് പ്രസവമുണ്ട്, ഞങ്ങൾ അവിടെ പോവുകയാണ്. ചോരയും നീരും കുടിക്കണമെങ്കിൽ വരുവിൻ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ആലിന്മേലിരുന്ന ദേവതമാർ, ഞങ്ങൾക്ക് വരുവാൻ നിവൃത്തിയില്ല, ഇവിടെ ഒരു വിശിഷ്ടനായ ബ്രാഹ്മണൻ വന്ന് കിടക്കുന്നു. ഇദ്ദേഹം സ്വരക്ഷാർത്ഥം ഞങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് കിടന്നത്. അതിനാൽ നിങ്ങൾ പോയി തിരിച്ചു വരുമ്പോൾ ഇതിലേ വന്ന് വിവരം പറഞ്ഞു വേണം പോകുവാൻ എന്ന് പറഞ്ഞു. എന്നാൽ അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞ് ആ വനദേവതമാർ പോവുകയും ചെയ്തു. അന്ത്യയാമമായപ്പോൾ വരരുചി ഉണർന്നുവെങ്കിലും വ്യസനത്തോടുകൂടി ഓരോന്നും ഓർത്ത് കണ്ണുമടച്ച് കിടന്നതല്ലാതെ എഴുന്നേറ്റില്ല. അപ്പോൾ മുമ്പേ പോയ ദേവതമാർ വീണ്ടും അവിടെ വന്നു ചേർന്നു. ഉടനെ ആലിന്മേലുണ്ടായിരുന്ന ദേവതമാർ, പ്രസവം എവിടെയായിരുന്നു, കുട്ടി എന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ ദേവതമാർ, ഒരു പറയൻ്റെ അവിടെയായിരുന്നു പ്രസവം, കുട്ടി പെണ്ണാണ് എന്ന് പറഞ്ഞു. അവളെ വിവാഹം ചെയ്യുന്നത് ആരായിരിക്കും എന്ന് ആലിന്മേലുണ്ടായിരുന്നവർ വീണ്ടും ചോദിച്ചപ്പോൾ വന്നവർ, അത് മാം വിദ്ധി എന്നറിഞ്ഞുകൂടാത്ത ഈ വരരുചിയാണ്. നേരം വെളുക്കാറായി, ഞങ്ങൾ ഇനി താമസിക്കുന്നില്ല, ശേഷമൊക്കെ പിന്നെ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ പോവുകയും ചെയ്തു. ഏറ്റവും ബുദ്ധിശാലിയായ വരരുചിക്ക് ദേവതമാരുടെ ഈ വാക്ക് കേട്ടപ്പോൾ തൻ്റെ കാര്യം സാധിച്ചതിലുള്ള സന്തോഷവും ഭാവിയായ അധപതനത്തെക്കുറിച്ച് വിചാരിച്ചുള്ള വിഷാദവും ഒന്നുപോലെ ഹൃദയത്തിൽ തങ്ങി വശായി. അധപ്പതനം കൂടാതെ കഴിക്കുന്നതിന് തക്കതായ ഒരു ഉപായം ആലോചിച്ച് നിശ്ചയിച്ചും കൊണ്ട് സന്തോഷത്തോടു കൂടി എണീറ്റു. അപ്പോഴേക്ക് നേരം വെളുക്കയാൽ അവിടെ നിന്ന് ഉടനെ പുറപ്പെട്ടു. 41-ാം ദിവസമായിട്ടും വരരുചിയെ കാണാഞ്ഞിട്ട് രാജാവിന് വിഷാദമായി തീർന്നു. എങ്കിലും സഭാവാസികളായ വിദ്വാൻമാർക്കെല്ലാം വളരെ സന്തോഷമാണ് ഉണ്ടായത്. വരരുചി അവിടെ ഉണ്ടായിട്ടാണ് രാജാവ് അവരെ വേണ്ടവണ്ണം ആദരിക്കാത്തതും അവരുടെ ഖ്യാതി പൊങ്ങാത്തതും എന്നും മറ്റും വിചാരിച്ച് അവർക്കെല്ലാവർക്കും വരരുചിയെക്കുറിച്ച് അത്യന്തം അസൂയയുണ്ടായിരുന്നു.
രാജസഭ കൂടിയപ്പോൾ രാജാവ്, കഷ്ടം, നമ്മുടെ വരരുചിയെ കണ്ടില്ലല്ലോ. അദ്ദേഹം അവമാനം വിചാരിച്ച് പ്രാണത്യാഗം ചെയ്തതോ രാജ്യം വിട്ടുപോയതോ എന്തോ. അതില്ല, സർവശാസ്ത്ര തത്വജ്ഞനും വിശിഷ്ടനുമായ അദ്ദേഹം ഏതു വിധവും നമ്മുടെ ചോദ്യത്തിന് തക്കതായ മറുപടി മനസ്സിലാക്കിക്കൊണ്ട് വരാതെയിരിക്കുകയില്ല എന്നും മറ്റും വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സന്തോഷസമേതം വരരുചിയും അവിടെ എത്തി. അദ്ദേഹത്തിൻ്റെ മുഖപ്രസന്നത കണ്ടപ്പോൾ തന്നെ കാര്യം സാധിച്ചു എന്ന് രാജാവിനും സഭാവാസികളായ എല്ലാവർക്കും മനസ്സിലായി. ഉടനെ രാജാവ്, എന്തായി, മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പോൾ വരരുചി, ദൈവകാരുണ്യത്താലും ഗുരുകടാക്ഷം കൊണ്ടും മാന്യന്മാരായ നിങ്ങളുടെയൊക്കെ അനുഗ്രഹ മാഹാത്മ്യത്താലും ഒരുവിധം മനസ്സിലായി എന്ന് തന്നെ പറയാം എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ രാജാവ്, ഏത് ശ്ലോകമാണ്, ഏതു വാക്യമാണ്, കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ വരരുചി, രാമായണത്തിൽ പ്രധാനമായ ശ്ലോകം രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജ അയോധ്യാമടവീം വിദ്ധി ഗച്ഛതാത യഥാസുഖം എന്നുള്ളതാണ്. ഇതിൽ പ്രധാനമായിട്ടുള്ള വാക്യം മാം വിദ്ധി ജനകാത്മജാം എന്നുള്ളതുമാണ്. ഇത് കേട്ടപ്പോൾ സഭയിലുണ്ടായിരുന്നവരെല്ലാം ശരി ശരി എന്ന് ഐക്യകണ്ഠേന സമ്മതിച്ചു. രാജാവ് സന്തോഷസമന്വിതം എണീറ്റ് വരരുചിയുടെ കൈക്ക് പിടിച്ച് അർദ്ധാസനം കൊടുത്തിരുത്തി. പിന്നെ വില തീരാതെ കൊണ്ടുള്ള ആഭരണങ്ങളും അനവധി സുവർണരത്നങ്ങളും അദ്ദേഹത്തിന് സമ്മാനം കൊടുത്ത് സന്തോഷിപ്പിക്കുകയും തന്നോടുകൂടി യഥാപൂർവം താമസിച്ചു കൊള്ളുന്നതിന് അനുവദിക്കുകയും ചെയ്തു. തദനന്തരം വരരുചി മേൽപ്പറഞ്ഞ ശ്ലോകത്തിൻ്റെ അർത്ഥം 10 വിധത്തിൽ വ്യാഖ്യാനിച്ച് രാജാവിനെ കേൾപ്പിച്ചു. അവയിൽ 2 വിധം അർത്ഥം താഴെ ചേർക്കുന്നു. ഈ ശ്ലോകം ശ്രീരാമനും സീതയും ലക്ഷ്മണനും കൂടി വനവാസത്തിനായി പുറപ്പെട്ടപ്പോൾ മാതൃപാദങ്ങളെ വന്ദിച്ച് യാത്ര പറഞ്ഞ ലക്ഷ്മണനോട് സുമിത്ര പറഞ്ഞതാണ്. അല്ലയോ താത, വത്സ, രാമം ദശരഥം വിദ്ധി, രാമനെ ദശരഥനെന്ന് അറിഞ്ഞാലും നിന്റെ ജ്യേഷ്ഠനായ രാമനെ അച്ഛനായ ദശരഥനെ പോലെ വിചാരിച്ചു കൊള്ളണം എന്ന് താൽപ്പര്യം. ജനകാത്മജാം മാം വിദ്ധി, ജനകാത്മജയെ അല്ലെങ്കിൽ സീതയെ എന്നെപ്പോലെ വിചാരിച്ചു കൊള്ളണം. അടവീം അയോധ്യാം വിദ്ധി, അടവിയെ അല്ലെങ്കിൽ കാനനത്തെ അയോധ്യയെപ്പോലെ വിചാരിച്ചു കൊള്ളണം. യഥാസുഖം ഗച്ഛ, സുഖമാകും വണ്ണം ഗമിച്ചാലും എന്ന് ഒരർത്ഥം. പിന്നെ രാമൻ ദശരഥം വിദ്ധി, രാമനെ ദശരഥൻ പക്ഷിവാഹനനായിരിക്കുന്ന മഹാവിഷ്ണു എന്നറിഞ്ഞാലും. ജനകാത്മജാം മാം വിദ്ധി, ജനകാത്മജയെ അല്ലെങ്കിൽ സീതയെ മഹാലക്ഷ്മി എന്നറിഞ്ഞാലും. അയോധ്യാം അടവീം വിദ്ധി, അയോധ്യയെ രാമൻ പോയാൽ പിന്നെ അടവി, കാട് എന്നറിഞ്ഞാലും. അതിനാൽ അല്ലയോ വത്സ, നീ സുഖമാകും വണ്ണം പോയാലും എന്ന് രണ്ടാമത്തെ അർത്ഥം. ഇപ്രകാരം യഥാക്രമം 10 വിധത്തിൽ വരരുചിയുടെ വ്യാഖ്യാനം കേട്ടപ്പോൾ രാജാവ് പൂർവാധികം സന്തോഷിക്കുകയും വരരുചിയെ ബഹുമാനിക്കുകയും ചെയ്തു. പിന്നെ എല്ലാവരും കൂടി ഓരോ രാജ്യവർത്തമാനം പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ വരരുചി, അല്ലയോ മഹാരാജാവേ, ഇന്നലെ രാത്രിയിൽ ഒരു പറയൻ്റെ മാടത്തിൽ ഒരു പറയി പ്രസവിച്ച് ഒരു പെൺകുട്ടി ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ജാതകഫലം നോക്കിയതിൽ ആ കുട്ടിക്ക് 3 വയസ്സ് തികയുമ്പോഴേക്കും ഈ രാജ്യം നശിക്കും എന്ന് കണ്ടിരിക്കുന്നു. ഇന്നു മുതൽ ഓരോ നാശകാരണങ്ങൾ തുടങ്ങും, അല്ലെങ്കിൽ ആ പ്രജയെ ഉടൻ കൊല്ലിക്കണം എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ജ്യോതിശാസ്ത്രജ്ഞനും വിശിഷ്ടനുമായ ഈ ബ്രാഹ്മണോത്തമൻ്റെ വചനം ഒരിക്കലും മിഥ്യയാകുന്നതല്ലെന്നുള്ള വിശ്വാസത്താൽ രാജാവിനും സഭാവാസികൾക്കും വളരെ വ്യസനമായി തീർന്നു. ബാലനിഗ്രഹം കഷ്ടം, വിശേഷിച്ചും പെൺകുട്ടിയായിരിക്കുന്ന സ്ഥിതിക്ക് അതൊരിക്കലും വിഹിതമല്ല. അതിനാൽ എന്തു വേണ്ടു എന്ന് എല്ലാവരും കൂടി ആലോചിച്ച് ഒരു കൗശലം നിശ്ചയിച്ചു. എങ്ങനെയെന്നാൽ, വാഴപ്പിണ്ടി കൊണ്ട് ഒരു ചെറിയ ചങ്ങാടമുണ്ടാക്കി ഈ കുട്ടിയുടെ തലയിൽ ഒരു ചെറിയ പന്തവും കൊളുത്തിക്കുത്തി അതിൽ കിടത്തി നദിയിലൊഴുക്കുക. ഈ നിശ്ചയത്തെ രാജാവും സമ്മതിച്ചു. ഉടനെ 2 ഭടന്മാരെ വിളിച്ച് അപ്രകാരം ചെയ്യുവാൻ കൽപ്പനയും കൊടുത്തു. കുട്ടി ഉണ്ടായിരിക്കുന്ന സ്ഥലം ഏകദേശം ഇന്ന ദിക്കിലാണെന്ന് വരരുചി പറഞ്ഞു കൊടുത്തു. രാജഭടന്മാർ അന്വേഷിച്ചു ചെന്ന് കുട്ടിയെ എടുത്ത് കൽപ്പന പ്രകാരം ചെയ്യുകയും ഉടനെ വിവരം രാജസന്നിധിയിൽ അറിയിക്കുകയും ചെയ്തു. തനിക്ക് വരുവാൻ ഭാവിച്ച അധപതനം കൂടാതെ കഴിഞ്ഞുവല്ലോ എന്ന് വിചാരിച്ച്
വരരുചിക്ക് വളരെ സന്തോഷവുമായി. പിന്നെയും അദ്ദേഹം രാജാവിൻ്റെ അടുക്കൽ സേവകനായി താമസിച്ചു. അങ്ങനെ കുറഞ്ഞൊരു കാലം കഴിഞ്ഞതിൻ്റെ ശേഷം വരരുചി സ്ഥിരതാമസം സ്വഗൃഹത്തിൽ തന്നെ ആക്കി. അങ്ങനെ ഇരിക്കുന്ന കാലത്ത് ഒരു ദിവസം വരരുചി ഒരു വഴിയാത്രയിൽ ഭക്ഷണം കഴിക്കാനായി ഒരു ബ്രാഹ്മണൻ്റെ ഗൃഹത്തിൽ ചെന്നു. ഉടനെ ബ്രാഹ്മണൻ, വേഗത്തിൽ കുളി കഴിച്ചു വരാം, ഇവിടെ ഊണുകാലമായിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ വരരുചി ഈ ബ്രാഹ്മണൻ്റെ ബുദ്ധിശക്തിയെ പരീക്ഷിക്കാനായിട്ട്, ഞാൻ ഊണ് കഴിക്കണമെങ്കിൽ ചില ദുർഘടങ്ങളുണ്ട്, അതൊക്കെ സാധിക്കുമോ എന്നറിഞ്ഞിട്ട് വേണം കുളിക്കാൻ പോകാൻ എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രാഹ്മണൻ, ദുർഘടങ്ങൾ എന്തെല്ലാമാണാവോ, ഇവിടെ നിവൃത്തിയുള്ളവയാണെങ്കിൽ സാധിക്കാം, എന്താണെങ്കിലും കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ വരരുചി, മറ്റൊന്നുമല്ല, കുളി കഴിഞ്ഞാൽ ഉടുക്കാൻ വീരാളിപ്പട്ട് വേണം, 100 പേർക്ക് ഭക്ഷണം കൊടുത്തിട്ട് വേണം എനിക്ക് ഊണ് കഴിക്കാൻ, എന്ന് മാത്രമല്ല എൻ്റെ ഊണിന് 108 കൂട്ടം കൂട്ടാൻ വേണം, ഊണ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് 3 പേരെ തിന്നണം, 4 പേരെന്നെ ചുമക്കുകയും വേണം, ഇതേ ഉള്ളൂ. ഇത് കേട്ടപ്പോൾ ബ്രാഹ്മണൻ വല്ലാതെ അന്താളിച്ച് ഒന്നും മിണ്ടാതെ നിന്നു. ഉടനെ ഒരു കന്യക അകത്തിരുന്നു കൊണ്ട്, അച്ഛനൊട്ടും അന്താളിക്കുകയും പരിഭ്രമിക്കുകയും വേണ്ട, ഇതിനെല്ലാം ഇവിടെ തയ്യാറുണ്ടെന്ന് പറഞ്ഞേക്കൂ എന്ന് പറഞ്ഞു. ബ്രാഹ്മണൻ അപ്രകാരം പറയുകയും വരരുചി കുളിക്കുവാൻ പോവുകയും ചെയ്തു. ഉടനെ ബ്രാഹ്മണൻ കന്യകയെ വിളിച്ച് ഇതെല്ലാം ഇവിടെ സാധിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ കന്യക, എല്ലാം സാധിക്കും, ഇതൊന്നും അത്ര പ്രയാസമില്ല. അദ്ദേഹം പറഞ്ഞതിൻ്റെ സാരം അച്ഛന് മനസ്സിലാകാഞ്ഞിട്ടാണ് പരിഭ്രമിക്കുന്നത്. വീരാളിപ്പട്ട് വേണമെന്ന് പറഞ്ഞതിൻ്റെ സാരം ചീന്തൽ കോണകം വേണമെന്നാണ്. 100 പേർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ സാരം അദ്ദേഹത്തിന് വൈശ്യദേവം അഥവാ വൈശ്യം കഴിക്കണമെന്നാണ്. വൈശ്യം കൊണ്ട് 100 ദേവതമാരുടെ പ്രീതി ഉണ്ടാകുന്നതിനാലാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ 108 കൂട്ടാൻ പറഞ്ഞതിൻ്റെ സാരം ഇഞ്ചിക്കറി വേണമെന്നാണ്. ഇഞ്ചിക്കറി ഉണ്ടായാൽ 108 കൂട്ടം കൂട്ടാൻ്റെ ഫലമുണ്ടെന്നാണ് വെച്ചിരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന് 3 പേരെ തിന്നണമെന്ന് പറഞ്ഞതിൻ്റെ സാരം വെറ്റിലയും അടയ്ക്കയും 100 കൂട്ടി മുറുക്കണമെന്നാണ്. പുകയില അക്കാലത്ത് ഇല്ലായിരിക്കും. പിന്നെ അദ്ദേഹത്തെ 4 പേര് ചുമക്കണമെന്ന് പറഞ്ഞതിൻ്റെ സാരം ഊണ് കഴിഞ്ഞാൽ കുറച്ച് കിടക്കണം, അതിനൊരു കട്ടിൽ വേണമെന്നാണ്. കട്ടിലിൽ കിടക്കുമ്പോൾ കട്ടിൽക്കാലുകൾ 4 കൂടിയാണല്ലോ ചുമക്കുന്നത്. ഇത്രയൊക്കെയേ ഉള്ളൂ, ഇതിനിവിടെ എന്താ വിഷമം എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അച്ഛൻ വളരെ സന്തോഷിക്കുകയും കന്യകയുടെ ബുദ്ധിവിശേഷത്തെക്കുറിച്ച് അത്യന്തം അത്ഭുതപ്പെടുകയും ചെയ്തു. എന്നാൽ എൻ്റെ മകൾ പോയി എല്ലാം വേഗത്തിൽ തയ്യാറാക്കൂ എന്ന് പറഞ്ഞ് കന്യകയെ അയച്ചു. വരരുചി കുളിയും മറ്റും കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഒരു ചീന്തൽ കോണകം, വൈശ്യത്തിന് വേണ്ടുന്ന ഹവിസും ചന്ദനം, പൂവ് മുതലായവയും തയ്യാറാക്കിയിരുന്നു. ഊണിന് ഇഞ്ചിക്കറിയും ഉണ്ടായിരുന്നു. ഊണ് കഴിഞ്ഞപ്പോഴേക്കും പുറത്തളത്തിൽ മുറുക്കുവാനുള്ള സാമാനങ്ങളും ഒരു കട്ടിലിൽ പായും തലയണയും എല്ലാം തയ്യാറാക്കിയിരുന്നു. വരരുചി വൈശ്യവും ഊണും കഴിച്ച് പുറത്തളത്തിൽ ചെന്ന് മുറുക്കി കട്ടിലിൽ കയറി കിടന്നു. താൻ പറഞ്ഞതിൻ്റെ സാരം മനസ്സിലാക്കി ഇപ്രകാരമെല്ലാം തയ്യാറാക്കിയത് ഈ കന്യകയുടെ ബുദ്ധിസാമർഥ്യം കൊണ്ടാണെന്ന് മനസ്സിലാവുകയാൽ ഏതുവിധവും ഈ കന്യകയെ വിവാഹം കഴിക്കണമെന്ന് അദ്ദേഹം മനസ്സുകൊണ്ട് ആലോചിച്ചുറച്ചു. എന്തിനു വളരെ പറയുന്നു, വരരുചി തൻ്റെ ആഗ്രഹം ആ കന്യകയുടെ അച്ഛനെ ഗ്രഹിപ്പിക്കുകയും അദ്ദേഹം സമ്മതിക്കുകയും കാലതാമസം കൂടാതെ സുമുഹൂർത്തത്തിങ്കൽ ആ കന്യകയെ വിവാഹം കഴിക്കുകയും സ്വഗൃഹത്തിൽ കൊണ്ടുപോരുകയും ചെയ്തു. അങ്ങനെ ആ ദമ്പതിമാർ യഥാസുഖം സ്വഗൃഹത്തിൽ താമസിച്ചിരുന്ന കാലത്ത് ഒരു ദിവസം ഭക്ഷണവും മറ്റും കഴിഞ്ഞ് 2 പേരും കൂടി സൂര്യസല്ലാപം ചെയ്ത് സന്തോഷിച്ചിരിക്കുന്ന സമയത്തിങ്കൽ വരരുചി തൻ്റെ പ്രേമഭാജനമായ ധർമ്മതാരങ്ങളുടെ തലമുടി ഭംഗിയാകും വണ്ണം ചീകിക്കെട്ടി. അപ്പോൾ തലയുടെ മധ്യത്തിൽ വലിയതായ ഒരു വ്രണകിണം കാണുകയാൽ അതെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ആ സാധ്വി, അതൊരു പന്തം തറച്ച പാടാണെന്നാണ് അമ്മ പറഞ്ഞിട്ടുള്ളത്. അമ്മ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ പിണ്ടിച്ചെങ്ങാടത്തിന്മേൽ ആറ്റിൽ കൂടി ഒഴുകി വരുന്നത് കണ്ടപ്പോൾ എന്നെ പിടിച്ചു കയറ്റി വളർത്തിയതാണെന്നും പ്രസവിച്ചതല്ലെന്നും ഒരിക്കൽ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അന്ന് എൻ്റെ തലയിൽ ഒരു പന്തവും തറച്ചിരുന്നു അത്രേ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ബുദ്ധിശാലിയായ വരരുചിക്ക് തൻ്റെ ധർമ്മധാരങ്ങൾ ആ പറയൻ്റെ അപത്യം തന്നെയാണെന്ന് നിശ്ചയമായി. തൽക്കാലം മനസ്സിൽ കുറച്ച് വിഷാദം ഉണ്ടായി എങ്കിലും ലിഖിതമഭിലാടെ പ്രാച്ഛിതും ക സമർത്ഥ എന്ന് വിചാരിച്ച്
സമാധാനപ്പെട്ടുകൊണ്ട് വിവരമെല്ലാം തൻ്റെ ധർമ്മപത്നിയെയും ധരിപ്പിച്ചു. ഇനി നമുക്കേതായാലും ഇവിടെ ഇങ്ങനെ താമസിക്കണ്ട, ആയുശേഷത്തെ ദേശസഞ്ചാരം കൊണ്ട് തന്നെ നയിക്കണം എന്ന് പറഞ്ഞ് വരരുചി ഭാര്യാസമേതം ഉടനെ അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്തു. പിന്നെ അവരുടെ സഞ്ചാരം മലയാള ദേശങ്ങളിലായിരുന്നു എന്ന് പറഞ്ഞാൽ അവർ പരദേശികന്മാരായിരുന്നു എന്നും മേൽപ്പറഞ്ഞ കഥകളെല്ലാം പരദേശത്ത് വെച്ച് നടന്നതാണെന്നും വിശേഷിച്ച് പറയണമെന്നില്ലല്ലോ. അങ്ങനെ വരരുചി വിവാഹം ചെയ്ത ആ പെൺകുട്ടിയുടെ പേരായിരുന്നു പഞ്ചമി. പഞ്ചമിയുടെയും പറയിപെറ്റ പന്തിരുകുലത്തിൻ്റെയും കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.